നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2 ദിവസത്തെ സന്ദർശനത്തിനായി അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്നലെ ഡൽഹിയിലെത്തി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ അദ്ദേഹത്തെ വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചു. അൽ നഹ്യാന് ആചാരപരമായ ഊഷ്മള സ്വീകരണം തന്നെ നൽകി. ഊർജം, കണക്ടിവിറ്റി ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയും UAEയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തിലെ പുതിയ നാഴികക്കല്ലാണ് അൽ നഹ്യാന്റെ സന്ദർശനം. അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. UAE സർക്കാരിലെ നിരവധി മന്ത്രിമാരും വ്യവസായികളുടെ പ്രതിനിധി സംഘവും അൽ നഹ്യാനെ അനുഗമിക്കുന്നുണ്ട്. ഡൽഹി സന്ദർശനത്തിന് ശേഷം അദ്ദേഹം ബിസിനസ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി മുംബൈയിലേക്ക് പോകും. UAEയിലെയും ഇന്ത്യയിലെയും പ്രമുഖ വ്യവസായികൾ നാളെ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കും. നഹ്യാന്റെ സന്ദർശനത്തിലൂടെ ഇന്ത്യയും UAEയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്നും പുതിയ മേഖലകളിൽ പങ്കാളിത്തത്തിനുള്ള വഴികൾ തുറക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നഹ്യാനും കൂടിക്കാഴ്ച നടത്തും. 2015 ഓഗസ്റ്റിൽ മോദി നടത്തിയ UAE സന്ദർശനത്തിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശ്രദ്ധയാകർഷിച്ചിരുന്നു. അതിർത്തി കടന്നുള്ള രൂപയുടെയും UAE ദർഹത്തിന്റെയും ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2022 ഫെബ്രുവരിയിൽ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലും 2023 ജൂലൈയിൽ ലോക്കൽ കറൻസി സെറ്റിൽമെന്റ് സംവിധാനത്തിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിരുന്നു. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം $75 ബില്യൺ ഉഭയകക്ഷി വ്യാപാരത്തിൽ ഇരു രാജ്യങ്ങളും ഏർപ്പെട്ടിരുന്നു. ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിൽ UAE പ്രത്യേക ക്ഷണിതാവായിരുന്നു. 2023 മെയ്യിൽ ഇന്ത്യയുടെ സജീവമായ പിന്തുണയോടെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ UAE ചർച്ചാ പങ്കാളിയായി. ഇതിനു പുറമെ ഇന്ത്യയുടെ പിന്തുണയോടെ ബ്രിക്സിലും UAE അംഗമായി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി UAEയും ഇന്ത്യയും തമ്മിലുള്ള പ്രതിരോധ മേഖലയിലെ സഹകരണവും കൂടുതൽ ശക്തമായിട്ടുണ്ട്. ഈ വർഷം ആദ്യം ഇന്ത്യ UAE ഉഭയകക്ഷി സൈനികാഭ്യാസം രാജസ്ഥാനിൽ വെച്ച് നടന്നിരുന്നു.